ഹലോ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. പണ്ടൊക്കെ വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് കടക്കുക എന്നുള്ളത് ഒരു ബാലികേറ മലയായിരുന്നെങ്കിൽ ഇന്ന് ആ മല സ്വന്തം തോളിലേറ്റി സഞ്ജു സാംസണും കൂട്ടരും നടന്നു കയറുകയാണ് അടുത്ത ഒരു ഫൈനലിലേക്ക്. ഇനി കപ്പിനും ചുണ്ടിനും ഇടയിൽ ഒരു മത്സരം മാത്രം അവശേഷിക്കെ. ഇന്നത്തെ മത്സരം സെമി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം സെമി. ഇഞ്ചോടിഞ്ചു പോരാട്ടം. രണ്ട് ടീമും കട്ടയ്ക്ക് മത്സരിച്ച് നല്ല വളരെ വാശിയേറിയ ആവേശകരമായ ഒരു മത്സരം. അതിൽ ഒരു മികച്ച ഇന്നിങ്സോടുകൂടി വീണ്ടും കേരളക്കരയുടെ പൊന്നോമന പുത്രൻ സഞ്ജു സാംസൺ വീണ്ടും നിറഞ്ഞു നിന്നിരിക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടി. ഇംഗ്ലീഷുകാർ ഒരു ധാരണയുണ്ടായിരുന്നു സഞ്ജു സാംസനെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ജൊഫ്ര ആർച്ചറിനെ വെച്ചിട്ട് എന്നുള്ളത്. അദ്ദേഹം ആദ്യം തന്നെ വന്നിട്ട് അതിന് വേണ്ടിയിട്ട് തന്നെയുള്ള ശ്രമങ്ങളായിരുന്നു. ഷോർട്ട് ബോളുകൾ എറിയുക, ബൗൺസുകൾ എറിയുക. സഞ്ജുവിനെതിരെ അദ്ദേഹം ഇതിന് മുന്നേ നടന്ന ഒരു സീരീസിൽ അതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജുവിന്റെ വീക്ക് പോയിന്റ് പ്രധാനമായിട്ടും എടുത്തു കാണിച്ച ഒരു സീരീസ് ആയിരുന്നു അത്. ഇതെല്ലാം വേൾഡ് കപ്പിന് മുന്നേ നടന്നത് എന്തുകൊണ്ടും നന്നായി എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു ഇതിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും ജൊഫ്ര ആർച്ചറെ ഇന്ന് കടന്നാക്രമിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാര്യം ഒരു ട്രൂ ക്രിക്കറ്റ് ഫാനിനോട് ചോദിച്ചറിയാം സഞ്ജു ഇപ്പോൾ കളിക്കുന്ന ഷോട്ട്സ്, ഈ ഒരു ഷോട്ട്സ് ആയിരുന്നു നമ്മൾ കാണാനായിട്ട് കൊതിച്ചിരുന്നത്. അദ്ദേഹം കളിക്കുന്ന വിക്കറ്റിന്റെ എല്ലാ ഭാഗത്തേക്കും കളിക്കുന്ന കാര്യം. ഇതിനു മുന്നേ കുറച്ച് സീരീസുകളിലൊക്കെ സഞ്ജു കളിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരിക, ആക്രമിക്കുക, ബിഗ് ഷോട്ട്സിന് ശ്രമിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കളി കാണാൻ തന്നെ എന്ത് മനോഹരതയാണ്. ഇന്നിപ്പം ICC തന്നെ അതിൽ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ധോണി നേരത്തെ വാങ്കടയിൽ അടിച്ച ഒരു സിക്സിന് സമാനമായി സെയിം അതേ ഒരു ഷോട്ട് അദ്ദേഹം കളിക്കുന്നത്. ഇതിനു മുന്നേ കഴിഞ്ഞ കളിയിൽ രോഹിത് നിന്ന് അടിക്കുന്ന സിക്സിന്റെ അതേ ലെവലിൽ അദ്ദേഹം കളിക്കുന്നു. വിരാട് കളിച്ച അതേ ഷോട്ടുകൾ അദ്ദേഹം കളിക്കുന്നു. ആഹാ, എത്ര മനോഹരം. ഇതേ രീതിയിലാണ് നമ്മൾ കാണുവാനായിട്ട് കൊതിച്ചത്. പക്ഷെ സഞ്ജു നമ്മൾ ഈ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ടീമിന് എന്താണോ ആവശ്യം അതാണ് അദ്ദേഹം കൊടുക്കാനായിട്ട് ഇത്രയും നാളും അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അദ്ദേഹം 100% ടീമിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓരോ മത്സരവും കളിക്കുന്നത്. ഇന്ന് വേറെ ചിലപ്പോൾ ചില പ്ലെയേഴ്സ് ഒക്കെ ആണെങ്കിൽ, എല്ലാവരും അല്ല, ചിലരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു 89 എത്തിയപ്പോഴത്തേക്ക് സെഞ്ചുറിക്ക് വേണ്ടി തീർച്ചയായിട്ടും അവർ നോക്കുമായിരുന്നു. സഞ്ജു സെൽഫിഷ് അല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എസ്പെഷ്യലി ആ ഓഫ് സ്റ്റമ്പിന് പുറത്ത് അത്രയും ഇതായിട്ട് പോയ വിൽ ജാക്സിന്റെ ബോളിൽ അദ്ദേഹം അത് ആക്രമിക്കാനായിട്ട് അത് ലാസ്റ്റ് അവർ ചോദിച്ചു, പ്രസന്റേഷൻ ടൈമിൽ സഞ്ജുവിനോട് അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ സഞ്ജു പറഞ്ഞു, എനിക്ക് ആ ടൈമിൽ എൻ്റെ മൈൻഡിൽ ആ ബോൾ കണ്ടപ്പോഴത്തേക്ക് അത് അറ്റാക്ക് ചെയ്യേണ്ട ബോളായിട്ട് എനിക്ക് തോന്നി, ഞാൻ ചെയ്തു. ഇന്നത്തെ സഞ്ജുവിന്റെ പ്രകടനത്തിന് അഭിനന്ദനം അർഹിക്കുന്ന അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറ നൂറ്റാണ്ടിന്റെ ബോളർ എന്നാണ് അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. കാര്യം അദ്ദേഹം എറിഞ്ഞ ആ ഒരു ഓവർ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ മത്സരത്തിന്റെ ഫലം വേറൊന്നാകുമായിരുന്നു. മികച്ച പ്രകടനം തന്നെയാണ് ഇംഗ്ലണ്ട് കാഴ്ചവെച്ചത്. ജേക്കബ് പെറ്റ്നലിന്റെ ആ ഒരു മനോഹരമായ ഇന്നിങ്സ്, അദ്ദേഹത്തിന് സപ്പോർട്ട് നൽകിയ ടീമംഗങ്ങൾ വിൽ ജാക്സ്, ജോസ് ബട്ട്ലർ എല്ലാം ഒരു ചെറിയ ക്യാമിയോ ഇന്നിങ്സുകൾ അവരെല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരം തന്നെയായിരുന്നു അവരുടെ ആ ഒരു ഇന്നിങ്സും. അവിടെ തടയിട്ടത് ജസ്പ്രീത് ബുംറയുടെ ആ ഒരു ഓവറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മികച്ച ഫീൽഡിങ്ങുമായ അക്ഷർ പട്ടേൽ നിറഞ്ഞാടിയ ഒരു ദിവസമായിരുന്നു. അക്ഷർ പട്ടേലിന്റെ ഫീൽഡിങ്ങും ബുംറയുടെ ബോളിങ്ങും ശിവൻ ദൂബയുടെ ആ ഒരു ക്യാമിയോ, അതുപോലെ തന്നെ തിലകിൻ്റെത് മികച്ചു നിന്നു ടീം. ഇനി വീണ്ടും നമ്മൾ അഹമ്മദാബാദിൽ ഫൈനലിൽ എത്തുകയാണ്. 2023 ഓർമ്മകൾ മനസ്സിൽ നിൽക്കുമ്പോൾ ഇന്ത്യക്ക് അതൊരു നല്ല ഗ്രൗണ്ട് അല്ല അഹമ്മദാബാദ്. ആ ചരിത്രം തിരുത്തി കുറിക്കാനായി ടീം ഇന്ത്യ വരുന്നു തീർച്ചയായും. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ന്യൂസിലാൻഡ് ഇന്ത്യൻ സീരീസ് നടന്നപ്പോഴത്തേക്ക്